BJPയുടെ മുൻ കൗൺസിലറാണ്, പേര് മനോഹരൻ. UDF ആദ്യം ചോദ്യം. UDF LDF ഒക്കെ ചോദിക്കാനുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്റ്റേജ് മോശമാണ് എന്നുള്ളതാണ് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്തുവാൻ, നിങ്ങൾ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോണ പ്രതീതി അടക്കം കേരളത്തിൽ സാമ്പത്തിക മാറ്റം ഉണ്ടാക്കുന്ന രീതി എന്താണ്? നിങ്ങളുടെ ഐഡിയ ഒരു 10 കാര്യം പറയും. BJPക്കാരൻ തന്നെ ചോദിച്ചത് നന്നായി. BJPയുടെ പ്രതിനിധി അവസാനം സംസാരിച്ചത് കോൺഗ്രസിന്റെ കൈപ്പത്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന. ഇത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറയുന്നത് ഇവർ തമ്മിൽ ഡീലാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, BJPയുടെ പ്രതിനിധി കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ചോദിക്കാൻ ഒരു അർഹതയുമില്ലാത്ത പാർട്ടിയാണ് BJP. കാരണം കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തോടും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന ചിറ്റമ്മ നയത്തിന്റെ കൂടി ഭാഗമാണ് കേരളം അനുഭവിക്കുന്ന സ്ഥിതി. ഇനി ഒന്നാമത്തെ ഞാൻ പറയട്ടെ ഇനി അതിൽ ഞങ്ങൾക്ക് CPM ആയിട്ട് അഭിപ്രായ വ്യത്യാസം ണ്ടെങ്കിലും BJP സർക്കാർ കേരളത്തോട് എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇവിടെ സ്വന്തം നിലയിൽ ധനാഗമ മാർഗങ്ങൾ എങ്ങനെ സാമ്പത്തികമായിട്ട് അടുത്ത 5 വർഷം നിങ്ങൾ ഭരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പദ്ധതികൾ? അത് ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞേ. നിങ്ങൾ തരുന്ന പൈസ ആദ്യം കൃത്യമായിട്ട് തരണം. തന്നോ? ഇല്ലല്ലോ. നിൽക്ക്. കേന്ദ്ര സർക്കാർ തരുന്ന പണം അല്ല, ഞാൻ പറയട്ടെ ഇനി കേന്ദ്ര സർക്കാർ ഈ കേരളത്തിൽ ദുരിതമുണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ ഇങ്ങോട്ട് വിട്ട ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങി, സൈന്യത്തിന്റെ വാടക വാങ്ങി, കൊടുത്ത അരിയുടെ പണം വരെ വാങ്ങി ഉളുപ്പില്ലാത്ത BJPക്കാരായിട്ട് ചോദ്യം ചോദിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ ഈ നാട്ടിലെ വ്യവസായ സംരംഭക അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എന്തുണ്ട്? ജിൻഡോയോട് മാത്രമുള്ള ചോദ്യം. അവിടെ ഒരു വനിത ചോദ്യം മൈക്ക് കൊടുക്കും. എനിക്ക് ചോദിക്കാനുള്ളത് UDFനോടാണ്. രാഹുൽ മാങ്കൂട്ടം പോലുള്ള, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി പോലുള്ള, അല്ലെങ്കിൽ വിൻസൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട് ശശി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് UDFിലെ ആളുകളെ എങ്ങനെയാണ് ഈ നാട്ടിലെ വനിതകൾ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് വോട്ട് ചോദിക്കുക എന്നുള്ളത് എനിക്കറിയണം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംഘടനാപരമായി മാറ്റി നിർത്തി മത്സരിപ്പിക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നില്ല. പിന്നെ PK ശശിയുടെ കാര്യമാണെങ്കിൽ PK ശശി പീഡകനാണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ CPMനോട് ചോദിക്കുന്ന ചോദ്യം, PK ശശി പീഡകനാണോ? PK ശശി പീഡകനാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ UDF പിൻവലിക്കും. PK ശശി പീഡകനാണെന്ന് LDF ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ പിൻവലിക്കും. പക്ഷെ പീഡകനാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ വനിതകൾക്കടക്കം പാർട്ടി ഓഫീസിൽ കയറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ അശ്ലീല കേന്ദ്രമാക്കി, അനാശാസ്യ കേന്ദ്രമാക്കി എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാ. പീഡകനാണെങ്കിൽ ആ പീഡിപ്പിച്ച സഖാത്തിയെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റായി കേസ് കൊടുക്കണമേ. കേസ് കൊടുക്കണമേ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? പീഡിപ്പിച്ച പെൺകുട്ടിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലേ? ആരാണ് പീഡിപ്പിച്ചത്? ഉത്തരവുണ്ടോ? നിങ്ങൾക്കറിയാമോ? ആരെയാണ് പീഡിപ്പിച്ചത്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. ഇനി മുഖ്യമന്ത്രിയുടെ ഉപദേശകനാരാ? പി ശശി. മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ P ശശിയാണ്. ഗണേശ് മത്സരിക്കുന്ന മകളെ 12ഓളം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട നേതാക്കളോട് മത്സരിക്കുന്നുണ്ട്. സെക്രട്ടറി P ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ. കൂടുതൽ ചോദ്യങ്ങൾ. ഒരൊറ്റ കാര്യം, ജിൻഡോ മാത്രമാണ് കുറെ സമയമായി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LDFനോട് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? കുന്നപ്പള്ളിയുടെ വിഷയത്തിൽ ഇത്രയും ആശങ്കയുള്ളവർ ഗണേഷ് കുമാർ മത്സരിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിന് എത്ര കേസുണ്ട്? അതേപോലെ മുകേഷിന് എത്ര കേസുണ്ട്? നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നേ. നിങ്ങൾ ഒത്തുതീർപ്പാക്കി അടുക്കളയിൽ പരസ്പരം സംസാരിക്കാൻ പുതിയ മുന്നണി NDA ആ വിഷയം